ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്, നാടൻ ഞണ്ട് കറി. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കുക. സവാള മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ചതച്ചരച്ച് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മൾ ചതച്ചരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കി അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച ഞണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം അല്പസമയം നമുക്കിത് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് തുറന്ന് അതിലേക്ക് നമ്മൾ മസാലപ്പൊടി ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. കുറച്ച് മസാല വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വെള്ളം, അതായത് നമ്മൾ മുളകരച്ച് വെച്ചതിൻ്റെ വെള്ളമുണ്ടല്ലോ, അത് ചേർത്ത് ഇളക്കി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതിൻ്റെ ഇടയിൽ വിട്ടുപോയ കാര്യമാണ്, ഞാനതിലേക്ക് മുളകും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളകും ചേർക്കുക. പിന്നീട് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് വിതറി ഇടാം. ഈ ഒരു സമയമാവുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചിരകി അതിലേക്ക് ചേർക്കാം. ഈ ടൈം നല്ലോണം തിളച്ച് വരുന്നുണ്ടാവും. നമുക്ക് അതിലേക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം. എന്നിട്ടത് മിക്സ് ചെയ്ത് കുറച്ച് സമയം തേങ്ങ വേവാൻ വേണ്ടി നമുക്ക് വെക്കാം. തേങ്ങ വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ സമയം നമ്മുടെ ഞണ്ട് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ടൈം നമുക്ക് അതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ച മല്ലിയില ചേർക്കാം. എന്നിട്ട് അടപ്പ് കൊണ്ട് മൂടി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല ഞണ്ട് കറി, നാടൻ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല നാടൻ ഞണ്ട് കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കാണാൻ പറ്റും. താങ്ക് യു.